Hey guys, welcome back to another video. ഹെഡ്ലൈറ്റ് ഷോക്കാണ് കേട്ടോ. വലിയ വെട്ടമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ സ്പീഡിന് കുഴപ്പമില്ല, പക്ഷെ ഹൈ സ്പീഡ് റൈഡിന് ഒരു എബോവ് 80 പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്സ് ലൈറ്റ് വെച്ചാൽ MVD പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ 100 മാറിയിട്ട് 190 ആയിട്ടാ ഗൈസ്. 190 ഈ വണ്ടിക്ക് ഭ്രാന്താ തോന്നുന്നത്. 190 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. ഒറ്റയടിക്ക് 90 കിലോമീറ്റേഴ്സ് കൂടി വണ്ടിക്ക്. എന്താണ് മോനെ നിൻ്റെ പ്രശ്നം? ഞങ്ങൾ രാത്രിയും നൈറ്റും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 7 മണിയായുള്ളൂ, പക്ഷേ റോഡൊക്കെ ഭയങ്കര വിജനമാണ്. ഞങ്ങളിപ്പോഴും ഇടുക്കിയിൽ തന്നെയുള്ളത്. 7 മണിയായിട്ടും ഇടുക്കിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഓ, ഇത് ഏതോ ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഇത് ഏതോ സ്ഥലമൊന്നും അറിയില്ല. നമ്മൾ കുളമാവ് എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. കുളമാവ് ആയോന്നൊന്നും അറിയില്ല. ഫോറസ്റ്റ് റൂട്ടാണ്, അത്യാവശ്യം നല്ല റൂട്ടാണ്. അധികം വണ്ടികളൊന്നും ഇല്ലാത്ത, എന്നാൽ നല്ല റോഡുള്ള റൂട്ടാണ്. നല്ല റോഡാണ്. ഈ നൈറ്റ് പോകുന്നത് നമ്മുടെ സ്ക്രാംബ്ലറിലൊക്കെ നമ്മുടെ ഗോപ്രോയിൽ എന്തോരം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നൈറ്റ് റൈഡ്, ഈ കാട്ടിക്കൂടെയുള്ള നൈറ്റ് റൈഡ്. പിന്നെ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട്, ഇത്ര ആളുകളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ലോ ഫ്യൂലാണ്. റേഞ്ച് മാറിയും മറിഞ്ഞ് നിൽക്കുകയാണ്. റേഞ്ച് 110 കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. അതായത് ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ വന്നു, ലോ ഫ്യൂലാണ്. പക്ഷെ ഈ അടുത്തെങ്ങും പമ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രയംഫിൻ്റെ ഈ സ്ക്രാംബ്ലറിൻ്റെയും സ്പീഡിൻ്റെയും റേഞ്ച് പെട്ടെന്നായിരിക്കും കേട്ടോ കുറയണ. ഫ്യൂല് ഒരു പകുതി വരെ 4-5 കട്ട കുറച്ച് നേരം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും 1-2 പട്ടയെന്നും പറഞ്ഞ് കുറയും. റേഞ്ചും ഉണ്ടായിരുന്നു. റേഞ്ച് 220 ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ 220 ഒറ്റയടിക്ക് 150 ആയി, ഇപ്പോൾ 140 ആയി. മറ്റേ 220 പെട്ടെന്ന് ഒറ്റയടിക്കാണ് 150 മാറിയത്, 70 കിലോമീറ്റേഴ്സ്. അതെങ്ങനെയാണെന്നറിയില്ല. മേ ബി ഇത് കയറ്റവും ഇറക്കമുള്ള റോഡായതുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ. സാധാരണ ഈ റേഞ്ച് കാണിക്കുന്നത് വലിയ വ്യത്യാസം വരാറില്ല. റേഞ്ച് കാണിക്കുന്നത് കുറച്ച് ആക്യുറേറ്റ് ആണ്. ഫ്യൂവൽ ഗേജ് തെറ്റാണ്. ഫ്യൂവൽ ഗേജ് എപ്പോഴും തെറ്റാണ് കാണിക്കാറുള്ളത്. പക്ഷെ എന്നാൽ റേഞ്ച് കാണിക്കുന്നത് അത്യാവശ്യം കറക്റ്റായിട്ടാണ് കാണിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഈ വണ്ടി ഒരിക്കലും സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിലല്ല നിൽക്കുന്നത്. എപ്പോഴും കയറ്റം ഇറക്കമൊക്കെയാണ്. ചിലപ്പോൾ മേ ബി അതായിരിക്കാം. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ. ഇങ്ങനെ ഈ നൈറ്റുള്ള ഈ കാട്ടിക്കൂടെയുള്ള ഗ്രൂപ്പ് റൈഡ്. പിന്നെ ഇത്രയും പേര് ഞങ്ങളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആർക്കെന്ത് പറ്റിയാലും നോക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ധൈര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ഈവനിങ് തിരിച്ചെത്തുമെന്നാണ് റൈഡ് പ്ലാൻ ചെയ്തേട്ടാ. പക്ഷേ വണ്ടി ഓടിച്ചും ബ്രേക്ക് എടുത്തുമൊക്കെ നമ്മൾ ഇവിടം വരെ ആയി. 7 മണിയായി, ഇപ്പോഴും ഒന്നും ആയില്ല. ഇപ്പോഴും ഇടുക്കി തന്നെയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഡേ ആയിരുന്നു. കൊച്ചി ട്രയംഫിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ റൈഡ് ചെയ്യാൻ പറ്റി. ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റി. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നല്ലൊരു റൈഡായിരുന്നു. ഗ്യാപ്പ് റോഡിൽ കുറേ നാളിന് ശേഷമാണ് വരാൻ പറ്റിയത്. 5-6 മാസത്തിന് ശേഷമാണ് വരാൻ പറ്റിയത്. 5-6 മാസമല്ല ആക്ച്വലി, ഞാനടുത്ത് വന്നായിരുന്നു കേട്ടോ. 2-3 മാസത്തിന് ശേഷമാണ് ഗ്യാപ്പ് റോഡിലേക്ക് വീണ്ടും വരുന്നത്.
അപ്പോൾ ഇതൊരു വല്ലാത്ത വഴി തന്നെ. ഇത് ഏതാണ് റൂട്ടെന്ന് മനസ്സിലാവണില്ല. ഇപ്പോൾ കുറച്ചൊരു മുമ്പ് 140 ആയിരുന്നില്ലേ, ഇപ്പോൾ ഫ്യൂല് 100ലേക്ക് മാറിയിട്ടാ. ഇനി എപ്പോഴാണ് ഒറ്റയടിക്ക് 0യിലേക്ക് വന്നതെന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പൊരു പെട്രോൾ പമ്പ് കണ്ടാൽ മതിയായിരുന്നു. Oh man. Oh, mad ride. ട്രയംഫ് സ്ക്രാംബ്ലറിൻ്റെ ഹെഡ്ലൈറ്റ് ഷോക്കാണ് കേട്ടോ. വലിയ വെട്ടമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ സ്പീഡിന് കുഴപ്പമില്ല, പക്ഷെ ഹൈ സ്പീഡ് റൈഡിന് ഒരു എബോവ് 80 പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്സിലൈറ്റ് വെച്ചാൽ MED പിടിക്കുകയും ചെയ്യും. ഹൈ ബീമിട്ട് നമുക്ക് എപ്പോഴും ഓടിക്കാൻ പറ്റില്ല. ഹൈ ബീമിനും അത്ര വലിയ ത്രോ ഇല്ല, അത്ര വലിയ ഇൻറ്റൻസിറ്റി ഇല്ല. ഇതിപ്പോൾ 100 മാറിയിട്ട് 190 ആയിട്ടാ ഗൈസ്. 190. ഈ വണ്ടിക്ക് ഭ്രാന്താ തോന്നുന്നത്. 190 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. ഒറ്റയടിക്ക് 90 കിലോമീറ്റേഴ്സ് കൂടി വണ്ടിക്ക്. എന്താണ് മോനെ നിന്റെ പ്രശ്നം? റോഡ് പൊളിഞ്ഞ് കിടക്കാനുണ്ടോ? റോഡിൻ്റെ പണി നടക്കണേ ഉള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കുളമാവ് ഡാം എത്തിയിട്ടാ. കുളമാവ് ഡാം. നമ്മൾ ഡാമിൻ്റെ മേളിൽ കൂടിയാണ് പോകാൻ പോണേ. ഈ സൈഡ് കുളമാവ് ഡാം കുറേ സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ. ഓ മാൻ.